ഇതേ അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മിഡ് ടൂർണമെന്റിൽ കോച്ചിനെ ഫയർ ചെയ്തെന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് ടൂർണമെന്റ് ഈ ഒരു സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പല പ്ലേയേഴ്സിന് ഇഞ്ചറി ആവുകയും എന്താണ് പറയുക, ഇപ്പൊ നമ്മളിപ്പോ ഗോൾ കീപ്പർ മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ കോർട്ടേഴ്സിന് തിബോട്ട് കോർട്ടേഴ്സിന് ഇഞ്ചറി ആവുകയും തിബോട്ട് കോർട്ടേഴ്സ് എന്താണ് സീസണിന്റെ തുടക്കത്തിൽ തിബോട്ട് കോർട്ടേഴ്സ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ സെന്റർ ബാക്സ് 4 സെന്റർ ബാക്സ് അവർ ആകെയുള്ള 4 സെന്റർ ബാക്സിനും പരിക്കായി അവരെല്ലാവരും പോയി. അത് ഇപ്പൊ അവരെ നമ്മുടെ ഡിഫൻസ് നമ്മൾ എടുത്തു നോക്കുകയാണ്. ഇപ്പൊ ഈ റയൽ മാഡ്രിഡ് ഡിഫൻസ് എടുത്ത് നോക്കുകയാണ്, ആരുള്ളത് നമ്മളിപ്പോൾ കണ്ട ചിരി വരും. കാരണം അവരുടെ ഡിഫൻസിലുള്ളത് പറഞ്ഞാൽ കാരവഹാല്, തുഷമിനി, അതേപോലെ തന്നെ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ് പേരാൻ പറഞ്ഞത്. കാരവഹാലും തുഷമിനിയാണ് അവരെ സെന്റർ ബാക്സ് ആയിട്ട് കളിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചിരി വരും. കാരണം അവരെ മെൻഡി, തുഷമിനി, കാരവഹാല്, വാസ്കസ് ഇങ്ങനെ ഒരു ലൈനപ്പിൽ ഇങ്ങനെ ഒരു എന്താണ് ഈ 4 ഡിഫൻഡേഴ്സിന് ശരിക്കും ഡിഫൻഡേഴ്സ് അല്ല ഇവർ, കാരവഹാൽ ഒഴികെ ബാക്കിയുള്ളവർ എന്താണ് സെന്റർ ബാക്സ് അല്ല, അവരെ പൊസിഷനിൽ പോലും അല്ല കളിക്കുന്നത്. എന്നിട്ട് പോലും അവരെന്ത് ചെയ്ത് ഈ ഒരു എന്താണ് ജിറോണ പറഞ്ഞ ടീമിന്, അതായത് ഇപ്പോൾ അണ്ടർ ഡോഗ്സ് നമ്മൾ പറയുന്ന ജിറോണ പറഞ്ഞ ടീമിനെ അവരെന്ത് ചെയ്ത് അവരത്രയും വലിയ ലെവലിൽ എന്ത് ചെയ്ത് അവരെ പിടിച്ചു നിർത്തി, അവർക്കെതിരെ ശക്തമായി പോരാടി. അതാണ് അവരുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അതിന് ആഡ് ചെയ്യണ്ട. എന്താ പറഞ്ഞു കഴിഞ്ഞാല് എത്രയൊക്കെ എന്താണ് പരിക്കുകൾ നടത്തി കഴിഞ്ഞാലും റയൽ മാഡ്രിഡിന് എപ്പോഴും ഓരോ ക്വാളിറ്റി ബെഞ്ച് ആയിക്കോട്ടെ, അതുപോലെ 11 ആയിക്കോട്ടെ, എങ്ങനെ ഒരു ക്വാളിറ്റി പ്ലേയേഴ്സ് എപ്പോഴും ഉണ്ട്. അത് അപ്പോഴായാലും ഇപ്പോഴായാലും അത് അവരെങ്ങനെ കീപ്പ് ചെയ്ത് പോകണമുണ്ട്. ഇപ്പോ റൂമറുകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എംബാപ്പയും കൂടി വന്നു കഴിഞ്ഞാല് എന്താണ് റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡ് എന്ന് പറഞ്ഞത് അതിനെ പിടിച്ചു കിട്ടാൻ മറ്റു ക്ലബുകളൊക്കെ ഒന്ന് വിഷമിക്കും. അപ്പോൾ ഇത് ആ കോച്ചിന്റെ മിടുക്കാണെന്നും പറയാം, കോച്ചിന്റെ ഒറ്റ മിടുക്കാണ് ഈ ലെവലിൽ ആ പ്ലേയേഴ്സ് ഇപ്പോഴും ആ ക്വാളിറ്റി പ്ലേയേഴ്സിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും, അതുപോലെ എത്രയൊക്കെ ഇതില്ലെങ്കിലും നല്ല ക്വാളിറ്റി പ്ലേയേഴ്സിനെ എന്താണ് മേടിച്ചിട്ട് അവർ ബെഞ്ച് സ്ട്രെങ്ത് ഏറ്റവും ബെസ്റ്റ് ആക്കാനും ആൻസിലോട്ടി നല്ല ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും റയൽ മാഡ്രിഡ് എപ്പോഴും തൻ്റെ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ഈ ലോകത്തെ ഏറ്റവും മികച്ചതിൽ മികച്ച ക്ലബ്ബാണെന്ന് നമുക്ക് പറയാം.